കൃപാസനം പത്രം ഏപ്രിൽ 2026 പാർട്ട് 4. ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സാക്ഷ്യങ്ങളുടെ വീഡിയോ കാണുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. തിരുവല്ലയിൽ നിന്നുള്ള സത്യൻ MC-യുടെ സാക്ഷ്യം. കോവിഡ് മൂലം കടം കയറി നട്ടം തിരിഞ്ഞ എനിക്ക് ഉടമ്പടി വഴി കിട്ടിയത് നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം. കോൺട്രാക്ട് വർക്ക് നല്ല രീതിയിൽ ചെയ്തിരുന്ന എനിക്ക് കോവിഡിന് ശേഷം 4-5 സൈറ്റിൽ നിന്ന് നഷ്ടം വരികയും 25 ലക്ഷം രൂപയ്ക്ക് മുകളിൽ കടം വരികയും ചെയ്തു. പല വാതിലുകളിലും മുട്ടിയെങ്കിലും ഒരു തൊഴിൽ പോലും തുടങ്ങാൻ സാധിക്കാതാവുകയും ചെയ്തു. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചതൊക്കെയും പരാജയപ്പെട്ടുപോയി. ഞാൻ ഫീൽഡിൽ നിന്ന് ഔട്ടായി. നിരന്തരം കടക്കാർ വീട്ടിൽ കയറിയിറങ്ങി. ആ സമയത്ത് 92 വയസ്സുള്ള എന്റെ അച്ഛൻ പെട്ടെന്ന് കിടപ്പിലായി. അദ്ദേഹത്തെ പരിചരിക്കേണ്ടതിനാൽ ഒരു തൊഴിലിനും പോകാൻ പറ്റാതായി. നിത്യവൃത്തിക്ക് പോലും ഒരു മാർഗമില്ലാതായി. എന്റെ വസ്തു വെച്ച് ലോൺ എടുത്തിരുന്നതിനാൽ ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നു. ആ സമയം ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അതിനുശേഷം എനിക്ക് അത്യാവശ്യം വർക്കുകൾ കിട്ടി തുടങ്ങി. കടങ്ങൾ കുറേശ്ശെയായി തീർക്കാൻ സാധിച്ചു. ബാങ്കിലെ ലോൺ ക്ലോസ് ചെയ്ത് ആധാരം എടുക്കാൻ സാധിച്ചു. ബാങ്കിൽ ഒരു ചിട്ടി ചേരുന്നതിനും ബാക്കി കടങ്ങൾ തീർക്കുന്നതിനും സാധിച്ചു. പാലാ രാമപുരത്ത് നിന്നുള്ള ആര്യ സജീവിന്റെ സാക്ഷ്യം. ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞപ്പോൾ 9 വർഷമായി ലഭിക്കാതിരുന്ന ആദ്യത്തെ നിയോഗം സാധിച്ചു കിട്ടി. 9 വർഷമായി ഞങ്ങൾക്ക് കുട്ടികളില്ലായിരുന്നു. 3 തവണ പ്രഗ്നന്റ് ആയെങ്കിലും ഹാർട്ട് ബീറ്റ് ഇല്ലാതെ അബോർഷൻ ആയിപ്പോയി. എന്താണ് കാരണമെന്നും എന്ത് ചെയ്യണമെന്നും ഡോക്ടർമാർക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ഞാൻ പ്രഗ്നന്റ് ആയി. എന്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നത് ഞാൻ മനുഷ്യന്റെ മുമ്പിൽ ദൈവത്തെ ഏറ്റുപറയുമ്പോൾ എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുമ്പിൽ എന്റെ നാമവും സ്വർഗത്തിൽ ഏറ്റുപറയപ്പെടുമെന്നാണ്. അങ്ങനെ ആദ്യത്തെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ദൈവം എന്റെ നിയോഗം ഏറ്റെടുത്തത്. പ്രഗ്നൻസിയിൽ ഉടനീളം കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ നൽകി പരിശുദ്ധ അമ്മ അനുഗ്രഹിച്ചു. വാഴക്കുളത്തു നിന്നുള്ള ലൂസി ജോർജിന്റെ സാക്ഷ്യം. ബക്കറ്റിൽ വെള്ളം ഒഴിക്കുന്നത് പോലെ തല വിയർത്തിരുന്ന രോഗം. 4 വർഷത്തെ മരുന്നിൽ മാറ്റമില്ല. ഉടമ്പടിയിൽ സംഭവിച്ചത്. എന്റെ കൈയുടെ ലിഗമെന്റ് തെറ്റി ട്രിഗറായി പല ഡോക്ടർമാരെയും കണ്ട് ഒരുപാട് മരുന്നുകൾ കഴിച്ചു. ഫിസിയോതെറാപ്പി ചെയ്തു. ഓപ്പറേഷൻ കൂടാതെ ശരിയാകില്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. അത് എത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് വെഞ്ചരിച്ച നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി സൗഖ്യം ലഭിച്ചു. കൂടാതെ എനിക്ക് വിയർപ്പിന്റെ അസുഖം ഉണ്ടായിരുന്നു. തലയിൽ പെട്ടെന്ന് ചൂട് കയറുകയും ബക്കറ്റിൽ വെള്ളം ഒഴിച്ചതുപോലെ തല നനയുകയും ചെയ്യും. ഡോക്ടറെ കണ്ടപ്പോൾ ഹോർമോൺ ചേഞ്ചിന്റെയാണ്, അത് മാറിക്കൊള്ളുമെന്ന് പറഞ്ഞു. പക്ഷേ 4 വർഷമായിട്ടും ഒരു മാറ്റവും ഇല്ലായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ നിയോഗം വെച്ച് സാക്ഷ്യം പറയാമെന്ന് നേർന്നതിന്റെ ഫലമായി എനിക്ക് സൗഖ്യം ലഭിച്ചു. അതുപോലെ യാത്ര ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന ഛർദിയും മാറിക്കിട്ടി. തൃശൂരിൽ നിന്നുള്ള ഡേവിസിന്റെ സാക്ഷ്യം. കടബാധ്യതയും ജപ്തി ഭീഷണിയും ഊരാക്കുടുക്കായപ്പോൾ ഉടമ്പടി അത്ഭുത സംരക്ഷണം ഒരുക്കി. ഒരു സ്വർണ്ണപ്പണിക്കാരനായിരുന്ന എനിക്ക് ഒരുപാട് നഷ്ടം വന്ന് വലിയ കടബാധ്യതയിലായി. എനിക്ക് മാതാപിതാക്കളും 5 സഹോദരങ്ങളുമുണ്ട്. അവരുടെ കൂട്ടാധാരം തന്നിട്ട് പണയം വെച്ച് കടം തീർക്കാൻ പറഞ്ഞു. അതിനിടയിൽ കോവിഡ് മഹാമാരി വന്നു. എനിക്ക് സ്വർണ്ണപ്പണി ഒട്ടുമില്ലാതായി. ഇതിനിടയിൽ ഒരു വണ്ടി വാങ്ങി ഓടാൻ തുടങ്ങി. കടബാധ്യത കൂടിയപ്പോൾ എന്റെ വീടും സ്ഥലവും വിറ്റ് ബാധ്യത തീർക്കാൻ അവർ പറഞ്ഞു. പെരുവഴിയിൽ ഇറങ്ങേണ്ട അവസ്ഥ എന്നെ വളരെ വേദനിപ്പിച്ചു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് എന്റെ വീടും സ്ഥലവും വിൽക്കുന്നതിന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും നിന്റെ വീട് വിൽക്കാൻ പ്രാർത്ഥിക്കില്ല എന്നാണ്. അച്ഛൻ വേറൊരു വഴി തെളിഞ്ഞു കിട്ടാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അച്ഛൻ തന്ന കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പലരും സഹായിച്ച് കടം വീട്ടാനും ആധാരം തിരികെ എടുക്കാനും സാധിച്ചു. തിരുവനന്തപുരത്ത് നിന്നുള്ള മിനി ഫ്രാൻസിസിന്റെ സാക്ഷ്യം. കൃപാസനം കവാടത്തിൽ കാലുകുത്തുമ്പോൾ തന്നെ എനിക്കൊരു വചനം കിട്ടി. എന്റെ ഉടമ്പടിയിൽ മാതാവ് ഒപ്പിടുകയായിരുന്നു. എന്റെ മകന് 14 വർഷമായി ശക്തമായ ശ്വാസമുട്ടൽ ഉണ്ടായിരുന്നു. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ പ്രധാന കവാടത്തിൽ കാലുകുത്തിയ സമയം തന്നെ എന്റെ ഉള്ളിൽ ഫിലിപ്പി 4:19 എന്ന വചനം പരിശുദ്ധ അമ്മ തന്നു. ഉടമ്പടി എടുത്ത് 2 ആഴ്ച കഴിഞ്ഞപ്പോൾ എന്റെ മകന് ശക്തമായ ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. ഞാൻ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി മകന് കൊടുത്തതിന്റെ ഫലമായി 14 വർഷമായി ഉണ്ടായിരുന്ന ശ്വാസം മുട്ടൽ സ്വിച്ച് ഇട്ടതുപോലെ നിന്നു. കൂടാതെ എന്റെ ഭർത്താവിന് ഡെങ്കിപ്പനി വന്ന് സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി.
ഉടമ്പടി തൈലം പ്രാർത്ഥിച്ചുപയോഗിച്ചതിന്റെ ഫലമായി അസുഖം പൂർണ്ണമായി മാറി. ഭർത്താവിന്റെ കാലിന്റെ അടിഭാഗം പൊട്ടി ബ്ലഡും പഴുപ്പും വരുമായിരുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ സൗഖ്യം ലഭിച്ചു. മൂവാറ്റുപുഴയിൽ നിന്നുള്ള എൽനയുടെ സാക്ഷ്യം. ബിടെക് കഴിഞ്ഞ് ജോലിയില്ലാതെ വലഞ്ഞപ്പോൾ ഞാൻ ജോസഫച്ചനെ കണ്ടു. ഉടനടി എന്റെ വിഷയത്തിന് തീരുമാനമായി. ഞാൻ ബിടെക് നല്ല മാർക്കോടെ പാസ്സായിരുന്നു. എന്റെ മെറിറ്റിൽ പൂർണ്ണമായി വിശ്വസിച്ചിരുന്നത് കൊണ്ട് പെട്ടെന്ന് ജോലി കിട്ടുമെന്ന് കരുതി. 100 കണക്കിന് ആപ്ലിക്കേഷൻസ് അയച്ചിട്ടും എല്ലായിടത്തും റിജക്ഷൻ ആണ് കിട്ടിയിരുന്നത്. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. മാതാവിന്റെ പ്രത്യക്ഷീകരണ ദിവസം കൃപാസനത്തിൽ വന്ന് ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞിട്ട് പോയി. ബഹുമാനപ്പെട്ട ജോസഫച്ചനെ കണ്ടപ്പോൾ ഞാൻ പഠിക്കണോ ജോലിക്ക് ശ്രമിക്കണോ എന്ന് ചോദിച്ചു. അച്ഛൻ നമ്പർ പറയാൻ പറഞ്ഞപ്പോൾ 7 എന്ന നമ്പർ പറഞ്ഞു. അച്ഛൻ മാതാവിനെ നോക്കി 7 നടക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷം ഒറ്റ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ജോലി ലഭിച്ചു. ചാലക്കുടിയിൽ നിന്നുള്ള ഫ്രിൻഡോ ജെയിംസിന്റെ സാക്ഷ്യം. 20 വർഷമായി കിട്ടാതിരുന്ന സർക്കാർ ജോലിക്ക് വേണ്ടി ഉടമ്പടി നിയോഗം സമർപ്പിച്ചപ്പോൾ സർക്കാർ നിയമങ്ങൾ തിരുത്തപ്പെട്ടു. ഞാൻ 20 വർഷമായി ഒരു സർക്കാർ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു. ഞാൻ ഡിസേബിൾ ആയ ഒരു വ്യക്തിയാണ്. ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തു. ഈശോയോടും പരിശുദ്ധ അമ്മയോടും പ്രാർത്ഥിച്ചു. എനിക്ക് BEd പാസ്സാകാൻ സാധിച്ചു. 1 വർഷം തികയുന്നതിന് മുമ്പേ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് എയ്ഡഡ് സ്ഥാപനങ്ങളിൽ നിയമനം കൊടുക്കണമെന്ന് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അപ്പോഴാണ് ടീച്ചിങ് എലിജിബിൾ ടെസ്റ്റിന് സെറ്റ് അല്ലെങ്കിൽ നെറ്റ് പാസ്സാകണമെന്ന് പറഞ്ഞത്. എന്റെ കസിൻസ് വിദേശത്ത് പോകുമ്പോൾ എനിക്കും പോകണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും ആരും കൊണ്ടുപോകാനില്ലായിരുന്നു. പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്താൽ സെറ്റ് പാസ്സായി എനിക്ക് തൃശൂർ ജില്ലയിൽ ഒരു സർക്കാർ ജോലി ലഭിച്ചു. വൈക്കത്തു നിന്നുള്ള അനന്തുവിന്റെ സാക്ഷ്യം. മരുന്നുകൊണ്ട് മാറാതെ നിന്ന IBS കണ്ടീഷൻ വളരെ കൂടിയപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തു. ശേഷം നടന്നത്. എനിക്ക് ഒരു ദിവസം ആഹാരം കഴിച്ച ശേഷം കടുത്ത വയറുവേദനയും ഗ്യാസുമായി ഡോക്ടറെ കണ്ടപ്പോൾ ഇൻഫെക്ഷൻ ആണെന്നും മരുന്ന് കഴിച്ചിട്ട് മാറിയില്ലെങ്കിൽ സ്കാൻ ചെയ്യാമെന്നും പറഞ്ഞു. ആഹാരം കഴിച്ചാൽ ഉടനെ ടോയ്ലറ്റിൽ പോകേണ്ട അവസ്ഥയായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് സ്കാൻ ചെയ്തപ്പോൾ ഇത് IBS എന്നൊരു കണ്ടീഷനാണ്, ഇതിന് ട്രീറ്റ്മെന്റ് ഉണ്ട്, ക്യൂറബിൾ അല്ല എന്നും പറഞ്ഞു. ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് ഉടമ്പടി തൈലം വയറിൽ പുരട്ടി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 7 ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. ഇപ്പോൾ എനിക്ക് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. മൂവാറ്റുപുഴയിൽ നിന്നുള്ള ബീനയുടെ സാക്ഷ്യം. വീട്ടുകാർ അറിയാതെയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. 2ാം തവണ ഉടമ്പടി പുതുക്കിയപ്പോൾ തന്നെ ദൈവിക ഇടപെടലുണ്ടായി. എന്റെ മൂത്ത മകന്റെ വിവാഹം കഴിഞ്ഞ് ഭാര്യ 2 പ്രാവശ്യം പ്രഗ്നന്റ് ആയെങ്കിലും അബോർഷൻ ആയിപ്പോയി. ഒരു അക്രൈസ്തവയായ ഞാൻ വീട്ടിൽ ആരും അറിയാതെ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു. പരിശുദ്ധ അമ്മ ഒരു കുട്ടിയെ തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. അങ്ങനെ 90 ദിവസവും ഞാൻ അച്ഛന്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ധ്യാനവുമെല്ലാം കൂടുമായിരുന്നു. 2ാമത് ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ ചെന്ന് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ മരുമകൾ വിളിച്ചിട്ട് ഞാൻ കൺസീവ് ആണെന്ന് പറഞ്ഞു. വെഞ്ചരിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചു. 7ാം മാസത്തിൽ സുഖപ്രസവത്തിലൂടെ ഒരു കുഞ്ഞിനെ ലഭിച്ചു. കുഞ്ഞിനെ ICUവിലാക്കി. ഇപ്പോൾ ആരോഗ്യത്തോടെ ഇരിക്കുന്നു.